ഹായ് എവ്രി വൺ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജാനുവരി 1 അപ്പം ന്യൂ ഇയർ ആസ് വെൽ ആസ് ന്യൂ ബിഗിനിങ് എന്നുള്ള പോലെ ഞാനൊരു ന്യൂ കൺട്രിയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു കൺട്രി പറയുന്നത് വളരെ ഫാൻസി ആൻഡ് പോഷ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. മില്യനേഴ്സ് ആൻഡ് ബില്യനേഴ്സ് താമസിക്കുന്ന ഒരു കൺട്രിയാണ്. പിന്നെ വേൾഡിൽ തന്നെ സെക്കൻഡ് സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. എനിക്കൊന്ന് വത്തിക്കാൻ സിറ്റി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്മോളസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. സോ ഇറ്റ്സ് നൺ അതർ ദാൻ മൊണാക്കോ. സോ വെൽക്കം ടു മൈ മൊണാക്കോ വ്ലോഗ്. ഞങ്ങൾ മൊണാക്കോയിലെത്തുമ്പം ഒരു ഉച്ച സമയത്താണ് ആക്ച്വലി എത്തിയത്. കാണുന്നൊരു 56 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ മൊണാക്കോയിലേക്ക്. അപ്പം ശരിക്കും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാം. ഫ്രാൻസിൽ നിന്ന് മൊണാക്കോയിലെത്തുമ്പോൾ റോഡ് ആയാലും ബിൽഡിങ്സ് ആയാലും ഭയങ്കര ഡിഫറൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ മൊണാക്കോ പറയുന്ന ഒരു ചെറിയ കൺട്രിയാണ്. വേൾഡിൽ തന്നെ സെക്കൻഡ് സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ ചെറിയൊരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൊണാക്കോ ഫ്രാൻസിൻ്റെയും ഇറ്റലിൻ്റെയും അടുത്തായതുകൊണ്ട് ഇവിടെ ഇറ്റാലിയൻ, ഫ്രഞ്ച്, പിന്നെ ഇവരതായിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ട്, മൊണേഗാസ്ക് പറഞ്ഞിട്ടൊരു ലാംഗ്വേജും. അതൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. മൊണാക്കോ പറയുന്നത് വേൾഡിൽ തന്നെ മോസ്റ്റ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയുമാണ്. ഇവരുടെ മേജർ ഇൻകം വരുന്നത് ത്രൂ ടൂറിസം ആണ്. ബിക്കോസ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള കെസിനോസ് ആൻഡ് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അപ്പം മെയിൻ ഇവരുടെ ഇൻകം ടൂറിസം ത്രൂ ആണ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ മൊണാക്കോയിൽ എത്തിയിട്ട് പോയത് മോണ്ടെ കാർലോ പറഞ്ഞിട്ടുള്ളൊരു കെസിനോയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കെസിനോയിൽ പോകുന്നത്. ഈവൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ഫുൾ റെഡ് കാർപ്പറ്റ് ആണ്, ലൈക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം. അപ്പം തന്നെ മനസ്സിലാവും ഹൗ പോഷ് ഇറ്റ് ഇസ്. അപ്പം ഇതാണ് മോണ്ടെ കാർലോ കെസിനോ. മൊണാക്കോൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫ്ലറിഷ് ചെയ്യാനുള്ള മേജർ ഒരു റീസൺ ഈ ഒരു കെസിനോ ആണ്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കെസിനോ. അപ്പം ഇതിലേക്ക് ടൂറിസ്റ്റുകൾക്ക് ആർക്ക് വേണമെങ്കിൽ കയറാം. പക്ഷെ കയറുന്നതിന് മുമ്പേ നല്ലൊരു ചെക്കിംഗ് തന്നെ ഉണ്ട്. നമ്മളെ ബാഗ് നമ്മളെ ഫുൾ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പം ഇതിൻ്റെ ലോബിയിലൂടെ ടൂറിസ്റ്റുകൾക്ക് കയറാൻ പറ്റുന്നതാണ്. നമുക്ക് അവിടെ ഫുൾ അതിൻ്റെ ലോബിയൊക്കെ മൊത്തം കാണാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു വേറൊരു എൻട്രൻസ് ഉണ്ട്. അതിലേക്ക് കയറാൻ 18 യൂറോ കൊടുത്തിട്ടാണ് നമ്മൾ ഗാംബ്ലിങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ലോബി ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ. ആൻഡ് ലോബി തന്നെ വെരി പോഷ് ആയിട്ടായിരുന്നു കാണാനുള്ളത്. ഗെയിമിംഗ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പേ പാസ്പോർട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഇവരെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ മൊണാക്കോ സിറ്റിസൻസിനൊന്നും ഇവിടെ ഗെയിമിംഗ് റൂമിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. ബിക്കോസ് ഇവർ മെയിൻ എയിം ചെയ്യുന്നത്, ഈ കെസിനോ മെയിൻ എയിം ചെയ്യുന്നത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവരെ മേജർ ഇൻകം വരുന്നത് തന്നെ ഈ ടൂറിസം ത്രൂ ആണ്. അപ്പം മൊണാക്കോ സിറ്റിസൻസിനൊക്കെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഈ ഒരു കെസിനോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആസ് വെൽ ആസ് പാരീസിലേക്കുള്ള ഡയറക്റ്റ് റെയിൽവേ കണക്ഷനും വന്നതിന് ശേഷമാണ് ഈ ഒരു കൺട്രി ഇത്ര ഒരു വെൽത്തിയസ്റ്റ് കൺട്രി ആയി മാറിയത്. ബിക്കോസ് ഫ്രാൻസിലുള്ള പല റിച്ച് ആൾക്കാരും ഇവിടെ വന്നിട്ട് കെസിനോയിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കൺട്രി ഇത്രമാത്രം റിച്ച് ആവാൻ തുടങ്ങിയത്. ആൻഡ് കെസിനോൻ്റെ മുമ്പിൽ വളരെ പോഷ് ആയിട്ടുള്ള കാർസ് എല്ലാം നിർത്തിയിടുന്നതും നമുക്ക് കാണാം. ഞാൻ ക്രിസ്മസ് കഴിഞ്ഞ് വന്നതായതുകൊണ്ട് തന്നെ കെസിനോന് മുമ്പിൽ ഫുൾ ഒരു ക്രിസ്മസ് വൈബായിരുന്നു. ഫുൾ ക്രിസ്മസ് ഡെക്കറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ സ്ഥലത്തും. മൊണാക്കോൻ്റെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, മൊണാക്കോ ഒരു മേജർ ഒരു ബാങ്കിങ് സെൻറ്ററാണ്. ബിക്കോസ് ഇവിടെ പേഴ്സണൽ ടാക്സ് ഇല്ല ആൻഡ് ബിസിനസ് ടാക്സ് എന്ന് വെച്ചാൽ വളരെ ലോ ആണ്. അതുകൊണ്ട് പല ബിസിനസ് ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യല്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ 30% ഓഫ് റെസിഡൻസ് മില്യനേഴ്സാണ്. അപ്പം ശരിക്കും ഒരു സംഭവമായിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്ത് പോയാലും സാധാരണ ആയിട്ടുള്ള ഷോപ്പുകളും ഒക്കെ കാണാം. പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് ഒരു സോവിനിയറിൻ്റെ ഷോപ്പ് പോലും ഞാൻ കണ്ടിട്ടില്ല. സോ അത്രമാത്രം പോഷ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്.
സോ ഇതാണ് മൊണാക്കോൻ്റെ നാഷണൽ ഫ്ലാഗ്. മൊണാക്കോൻ്റെ നാഷണൽ ഫ്ലാഗ് ഇന്തോനേഷ്യൻ ഫ്ലാഗുമായിട്ട് വളരെ സിമിലർ ആണ്. ആകെ അവരുടെ ഡയമെൻഷനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മൊണാക്കോൻ്റെ വേറൊരു പ്രത്യേകത പറയാനുള്ളത് വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ കോസ്റ്റ് ലൈൻ ഉള്ളത് മൊണാക്കോയിലാണ്. കാറിനോട് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി വിൽ ഗോ ക്രേസി. ബിക്കോസ് പോകുന്ന വഴിക്ക് എല്ലാം നമുക്ക് ഭയങ്കര ലക്ഷറിയസ് ആൻഡ് പോഷ് ആയിട്ടുള്ള കാറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മൊണാക്കോന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് മെൻറ്റോൺ പറഞ്ഞ സ്ഥലത്താണ്. മെൻറ്റോൺ ആക്ച്വലി ഫ്രാൻസിലാണ് വരിക. പിന്നെ ഇറ്റലീൻ്റെ ബോർഡറിൻ്റെ അടുത്തുമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു ലൈക്ക് മൊണാക്കോ വന്നാൽ എന്തായാലും മെൻറ്റോണും വിസിറ്റ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് മെൻറ്റോണിലേക്കാണ്. മൊണാക്കോന്ന് നേരെ മെൻറ്റോൺ പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് വന്നതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ സൈഡ് ഫ്രാൻസും അപ്പുറത്തെ സൈഡ് ഇറ്റലിയുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും നടുവിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെൻറ്റോണിൽ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡേ ടൈമിൽ വരുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷന്. എന്നാൽ ആ സിറ്റീൻ്റെ ഒരു കളറും ഒക്കെ ഒരു വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും കാണണമെങ്കിൽ ഡേ ടൈമിൽ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാൻ ഇവിടുന്ന് വാഫിൾസ് ട്രൈ ചെയ്തിന്. എനിക്ക് തോന്നുന്നു ബെൽജിയത്തിന് ശേഷം ഏറ്റവും നല്ല വാഫിൾസ് പിന്നെ ഞാൻ കഴിച്ചത് ഇതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കുറച്ച് ഈവനിങ് ആയി വന്നുകൊണ്ട് ഞങ്ങൾക്കൊന്ന് സിറ്റി അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ബാക്ക് ടു മൊണാക്കോയിലേക്ക് പോയി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുല 1 അല്ലെങ്കിൽ ഗ്രാൻഡ് പ്രിക്സിൽ ഫോർമുല 1 മൊണാക്കോൻ്റെ ഈ തെരുവുകളിലൂടെയാണ് നടക്കുന്നത്. ഐ ഫെൽ സോ ലക്കി അത് കാണാൻ പറ്റിയില്ല ആസ് വെൽ ആസ് അതിൽ കൂടെ നടക്കാൻ പറ്റിയതിലും. യൂഷ്വലി ഇത് ലാസ്റ്റ് വീക്കെൻഡ് ഓഫ് മെയിലാണ് F1 റേസ് അധികം നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വീക്കെൻഡ് ഓഫ് മോട്ടോർ റേസിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോഡുകളിലൊക്കെയാണ് F1 റേസ് നടക്കാറുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒരു 2 bedroom അപ്പാർട്ട്മെൻറ്റ് 60 crore ആണ് ഉള്ളത്. ആൻഡ് 1 bedroom അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനാണെങ്കിൽ നിയർലി 3 lakhs ആണ് ഇവിടുത്തെ ഇത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഈ ഒരു കൺട്രി. ഞാൻ ക്രിസ്മസ് കഴിഞ്ഞൊരു ടൈമിൽ പോയതുകൊണ്ട് അവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ജാനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ക്രിസ്മസ് മാർക്കറ്റിലൊന്ന് പോയി നോക്കാം. ആൻഡ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു വേറെ തന്നെ ഒരു വൈബ് തന്നെയായിരുന്നു. ബിക്കോസ് നമ്മൾ യൂഷ്വലി ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയാൽ സിമിലർ സ്റ്റോൾസ് തന്നെ കുറേ എണ്ണം കാണാം. പക്ഷെ ഇവിടെ ഓരോ ഷോപ്പിലും വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളായിരുന്നു നമുക്ക് കാണാൻ. ഈവൻ ഫുഡായാലും റെപ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഷോപ്സ് വളരെ കുറവായിരുന്നു. പിന്നെ റൈഡ്സ് ഒക്കെ ആണെങ്കിലും യൂഷ്വലി കാണാത്ത ഓരോ റൈഡ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഡെക്കറേഷൻസും ഒക്കെ ആയിരുന്നു ഇവിടെ ഉള്ളത്.
ക്രിസ്മസ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പല ടൈപ്പ് ഓഫ് മീറ്റ് ഗ്രില്ല് ചെയ്തതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ കുട്ടികളെ റൈഡ് അയച്ചാൽ യൂഷ്വലി ക്രിസ്മസ് മാർക്കറ്റിൽ കാണാത്ത ഓരോ റൈഡ്സൊക്കെ ഞാനിവിടെ കണ്ടു. അപ്പം ഒരു അടിപൊളി ഈവനിങ് തന്നെയായിരുന്നു ഇൻ മൊണാക്കോ. സോ ഐ ഹോപ്പ് ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഞാൻ പോയ 15th കൺട്രിയുമാണ്. അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ മൊണാക്കോ സഞ്ചരിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ, ഹാവ് ഫൺ.